ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി തിമത്യോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം വായിക്കുന്നു. എല്ലാ തിരുവെഴുത്തുകളും ദൈവനിവേശിതമാകുന്നു. അവ ഉപദേശത്തിനും ശാസനയ്ക്കും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള അഭ്യസനത്തിനും പ്രയോജനപ്പെടുന്നു. പ്രിയമുള്ളവരെ, തിരക്കേറിയ ജീവിതയാത്രയിൽ തിരുവചനം വായിക്കുവാനോ പഠിക്കുവാനോ അത് ധ്യാനിക്കുവാനോ സമയം കണ്ടെത്തുവാൻ അനേക ക്രൈസ്തവ സഹോദരങ്ങൾക്ക് കഴിയുന്നില്ല. വിശുദ്ധ ലിഖിതം അഥവാ തിരുവചനം പരിശുദ്ധാത്മാവ് മൂലം എഴുതപ്പെട്ടതാകുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് തന്റെ ആത്മീയ മകനായ തിമത്യോസിനെ ഉദ്ബോധിപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ മാത്രം ആശ്രയിച്ച് അവന്റെ സ്വഭാവത്തിനും ഹിതത്തിനുമൊത്തവണ്ണം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനെ പഠിപ്പിക്കുവാനും ശാസിക്കുവാനും തെറ്റുതിരുത്തുവാനും നീതിയിലുള്ള പരിശീലനത്തിനും തിരുവചനം ഉപകരിക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിക്കുന്നതോടൊപ്പം ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും പരിപൂർണനും തികഞ്ഞവനുമായി തീരേണ്ടതിന് തന്നെ എന്നും തിമത്യോസിനെ മനസ്സിലാക്കുന്നു. 2 തിമത്യോസ് 3:17. എന്നാൽ യഹോവയാം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ ദൈവത്തോടുള്ള അവന്റെ അനുസരണവും അനുസരണക്കേടും, ആശ്രയവും നിരാശ്രയവും, സമ്പത്തും ദാരിദ്ര്യവും, സുഖവും ദുഃഖവും, സ്ഥാനമാനങ്ങളും സ്വാധീനങ്ങളും അനുഭവിക്കുമ്പോഴുണ്ടാകുന്ന പ്രതികരണങ്ങൾ പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ വരച്ചു കാട്ടിയിരിക്കുന്നു. പ്രതിദിന തിരുവചന ധ്യാനത്തിലൂടെ രാജാക്കന്മാരുടെയും അടിമകളുടെയും വേശ്യകളുടെയും വിശുദ്ധ സ്ത്രീകളുടെയും പ്രവാചകന്മാരുടെയും പുരോഹിതന്മാരുടെയും യുദ്ധങ്ങളുടെയും ക്ഷാമങ്ങളുടെയും അനുഭവങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിന് മാർഗദർശനം നൽകുന്നു. അങ്ങനെ പാപിയായ മനുഷ്യന് മാനസാന്തരത്തിലൂടെ വിശുദ്ധി പ്രാപിച്ച് ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുവാനുള്ള കവാടമാണ് തിരുവചനം. സഹോദര സഹോദരി, അനുദിന ജീവിതത്തിൽ തിരുവചനത്തിൽ നിന്നും ചില വരികളെങ്കിലും വായിക്കുവാൻ നിനക്ക് കഴിയുന്നുണ്ടോ? പ്രഭാതത്തിൽ തിരുവചനം വായിച്ചുകൊണ്ട് നിന്റെ ദിവസം ആരംഭിക്കുമ്പോൾ പാപാന്ധകാരം നിറഞ്ഞ ഈ ലോകത്തിൽ അത് നിന്റെ മാർഗദീപമാകുമെന്ന് നീ മനസ്സിലാക്കുമോ? എന്തെന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ തന്റെ വചനത്തെ തേനിനേക്കാൾ മധുരമായി വായിക്കുവാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് ദൈവം പരിചയും പലകയുമായിരിക്കുമെന്ന് നീ മനസ്സിലാക്കുമോ? വാളിനേക്കാൾ മൂർച്ചയുള്ള തിരുവചനം, പ്രാണനെ തുളയ്ക്കും ദൈവത്തിന്റെ വചനം. വാളിനേക്കാൾ മൂർച്ചയുള്ള തിരുവചനം, പ്രാണനെ തുളയ്ക്കും ദൈവത്തിന്റെ വചനം. ഹൃദയത്തിൻ ചിന്തകളെ വിവേചിച്ചറിയുന്ന തിരുവചനം. ഹൃദയത്തിൻ ചിന്തകളെ വിവേചിച്ചറിയുന്ന തിരുവചനം. ജീവന്റെ വചനം, ജീവിപ്പിക്കും വചനം, ദൈവത്തിന്റെ തിരുവചനം. ജീവന്റെ വചനം, ജീവിപ്പിക്കും വചനം, ദൈവത്തിന്റെ തിരുവചനം. മധുരം മധുരം തിരുവചനം, തേനിലും മധുരം ദൈവത്തിന്റെ വചനം. ഇരുൾ തിങ്ങും വീഥിയിലെൻ പ്രകാശഗോപുരമാം തിരുവചനം. ഇരുൾ തിങ്ങും വീഥിയിലെൻ പ്രകാശഗോപുരമാം തിരു